نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൈഫൽ ഹാൽ കൈഫൽ ഹാൽ കൈഫ അൻതും? എല്ലാവർക്കും സുഖാണോ? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അറബി പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ്. ഇന്നത്തോടു കൂടി നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അല്ലേ? ഒന്നാം ക്ലാസ്സിന്റെയും രണ്ടാം ക്ലാസ്സിന്റെയും മൂന്നാം ക്ലാസ്സിന്റെയും നാലാം ക്ലാസ്സിന്റെയും ഒക്കെ പരീക്ഷകള് ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ് തീർന്ന്. ഇനി പരീക്ഷ ഉണ്ടാവില്ല, ഇനി ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് പഠിക്കുക, കളിക്കുക അല്ലെ? ഇതുവരെ നമ്മൾ കുറെയൊക്കെ പഠിച്ച് ഇനി കുറച്ച് കളിക്കുക. അതിന് 10 ദിവസം ലീവ് ഉണ്ട് അല്ലേ? നമുക്ക് പോകാനുള്ളടത്ത് പോവാം, ബീച്ചിൽ പോകാം, കളിക്കാം അല്ലെ? ഓരോ സ്ഥലത്തൊക്കെ പോകാം അല്ലെ? കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോവാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ചെയ്തൂടെ? ഇനി എത്ര ദിവസം? 10 ദിവസം ലീവ്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നങ്ങനെ ഉണ്ടായിരുന്ന പരീക്ഷ ഈസി ആയിരുന്നു അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി അല്ലെ? സിമ്പിൾ ആയിട്ട് പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റി. വളരെ ഈസി ആയിരുന്നു പരീക്ഷ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? എണ്ണൊക്കെ വന്നിട്ടുണ്ട്. എണ്ണം പഠിക്കാണ് നമ്മൾ പോരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എണ്ണൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങളെ ഒരു കാര്യം ചെയ്യണം, ലൈക്ക് ചെയ്യണം വീഡിയോ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ ഒന്ന് ചെയ്തേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പൊ തന്നെ ചെയ്യില്ലാണ്ട് ഞാൻ മിണ്ടൂല. വേഗം സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കാണിച്ചു തരാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. നുലവ്വിനു വനക്തുബു അല്ലെ? മറിയം 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കുട്ടികൾക്കായി ശിശുദിനത്തിൽ പഞ്ചായത്ത് തലത്തിൽ നിറം നൽകൽ മത്സരം നടത്തിയിരുന്നു. അവളും അതിൽ പങ്കെടുത്തു. അവൾക്ക് നിറം നൽകാൻ ലഭിച്ചത് പൂമ്പാറ്റയുടെ ചിത്രമാണ്. നമുക്കും നിറം നൽകാം. ഓക്കെ, അപ്പൊ ആ ഒരു പൂമ്പാറ്റയ്ക്ക് മനോഹരമായിട്ടുള്ള നിറം നൽകാനാണ്. അപ്പൊ അതിന് നന്നായിട്ട് എന്ത് ചെയ്യുക? നിറം നൽകുക. അതുപോലെ തന്നെ അടിയിൽ താഴെ ഹാദിഹി കൊടുത്തിട്ടുണ്ട്. എന്താ അത്? ഫറാശ. അങ്ങനെ നിറം നൽകുകയും ആ താഴെ എഴുതുകയും ചെയ്താൽ ആ ഒരു പ്രവർത്തനത്തിന് നമുക്ക് എന്ത് ചെയ്യും? ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഹാദിഹി ഫറാശ എല്ലാവർക്കും അറിയാം. ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അത് കഴിഞ്ഞ് അടുത്തത് രണ്ടാമത്തത് ഹയ്യാ നുഇദുൽ ബയാൻ. ധാരാളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. മറിയമിനാണ് 1ാം സ്ഥാനം. അവൾക്ക് സമ്മാനങ്ങളായി കളറുകളും ചിത്രപുസ്തകങ്ങളും ലഭിച്ചു. ചിത്രപുസ്തകം മറിച്ചു നോക്കിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ചിത്രങ്ങൾ കണ്ടു. ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ അവിടെ അന ഒഹെബു കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തില് കോഴിയാണ്, പൂവൻ കോഴിയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ചക്കയാണ്. മൂന്നാമത്തെ ചിത്രത്തില് ആരാണ്? പൂച്ചയാണ്. 4ല് പുഴുവാണ്. 5ാമത്തെ ചിത്രത്തില് മരംകൊത്തിയാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. അന ഒഹെബു ദീക് അല്ലെ? അടുത്തതോ അന ഒഹെബു ഫനസ്, അന ഒഹെബു ഹിർ, അന ഒഹെബു ദൂത, അന ഒഹെബു ഹുദ്ഹുദ് അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ താഴെ നോക്കുക, മുകളിലേക്ക് എടുത്ത് എഴുതുക. ഈസിയാണ്, സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ? അടുത്തത് നോക്കൂ. ഹയ്യാ നുകമ്മിൽ അല്ലെ? 3ാമത്തെ പ്രവർത്തനം ഹയ്യാ നുകമ്മിൽ എന്ന് പറയുന്ന പ്രവർത്തനമാണ്. പുസ്തകത്തിലെ ചില ചിത്രങ്ങളുടെ പേരുകൾ മറിയം എഴുതാൻ ശ്രമിക്കുകയാണ്. നമുക്ക് അവളെ സഹായിക്കാം. അപ്പൊ 1ാമത്തെ ചിത്രം അവിടെ കൊടുത്തിരിക്കുന്നത് ഇലയാണ്. ഇലക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞേ അല്ലെ? പുള്ളിയുള്ള കാഫാണ്. വറക്കുനാണ് ഇല. അടുത്തത് കുറുക്കനാണ്, ഫോക്സ് ആണ്. കുറുക്കന്റെ അഴലബ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്തായിരിക്കും? അല്ലെ? പുള്ളിയുള്ള അടുത്തത് കൊടുത്തത് ഒരു പോലെ നല്ലൊരു പനിനീരാണ് അല്ലെ? പനിനീർ പൂവാണ്. അതിന് വർ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോ ദാലും കൂടെ ചേർന്ന് വർദ്ധത്ത് അല്ലെ? വർദ്ധത്തു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതല്ലേ? വർദ്ധത്തു ദൂതുണ്ടായിരുന്ന വർദ്ധത്തിന്റെ മുകളിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് നോക്ക്. എല്ലാവർക്കും അറിയാം. അടുത്തത് ൽബ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ലിബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്തായിരിക്കും വരിക? അല്ലെ? കൽബ്. അടുത്തത്
ഉസ്ഫൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഉസ്ഫൂ എന്താ വരിക? ഉസ്ഫൂർ അല്ലേ? ലാസ്റ്റ് റാ ചേർത്ത് കൊടുക്കണം. റാ ചേർത്താൽ അതിനെന്ത് ചെയ്യും? ഉസ്ഫൂർ എന്ന് വായിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമുക്കിതിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞു. മറിയമിന് കിട്ടിയ ചിത്ര പുസ്തകത്തിൽ പൂന്തോട്ടത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. മുയൽ, റോസാപ്പൂവ്, ആട്, കൊക്ക് തുടങ്ങിയവ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഓരോന്നും എത്രയുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. അപ്പൊ നമുക്ക് എണ്ണാൻ വേണ്ടി തൊട്ടടുത്ത പേജ് തന്നിട്ടുണ്ട്, വൃത്തിയിൽ തന്നിട്ടുണ്ട് എണ്ണാൻ വേണ്ടിയിട്ട്. ആ ചിത്രത്തിൽ എണ്ണണമെന്നില്ല, അടുത്ത കൊടുത്ത ചിത്രത്തിൽ നമ്മൾ എണ്ണിയാൽ മതി. അടുത്ത പേജിലുള്ള നോക്കവിടെ ഒന്നാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് അർബഅ അല്ലെ? അതിന്റെ അക്കവും അവിടെ എഴുതി. രണ്ടാമത്തത് എത്രയാ? വാഹിദ്, ഇത്നാൻ അല്ലെ? ഇത്നാൻ എഴുതുക, അതിന്റെ അക്കത്തിലും അറബിയിൽ അക്കത്തിലും എഴുതുക. മൂന്നാമത്തത് അല്ലെ ലഖലഖാണ്. വാഹിദ്, ഇത്നാൻ, സലാസ. അപ്പൊ സലാസ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സലാസന്റെ അക്ക എഴുതി കൊടുത്താൽ മതി. അടുത്തത് നോക്ക്, അടുത്തത് കെബിഷാണ്. കെബിഷ് എത്ര എണ്ണ ഉള്ളത്? ഒന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് വാഹിദ് വാഹിദ് 1 എന്ന് ഇപ്പോൾ എഴുതി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഹയ്യ നൊഹാവർ. അവിടെ ചെറിയൊരു ഹൈവാർ കൊടുത്തിട്ടുണ്ട്, നമുക്കത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിത്ര പുസ്തകത്തിൽ നിറം നൽകിയതിന് ശേഷം കളിക്കാനായി മറിയം പൂന്തോട്ടത്തിലേക്ക് പോയി. അവൾ പൂമ്പാറ്റകളോടൊപ്പം കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഉമ്മയെ വിളിച്ചു കരഞ്ഞു. ഉമ്മ ഓടി വന്നു. ഉമ്മ അവളോട് എന്തായിരിക്കും ചോദിക്കുക? നമുക്ക് എഴുതി നോക്കാം. അവിടെ ചിത്രം കാണുന്നുണ്ട്. ചിത്രത്തിന്റെ അവർ പൂമ്പാറ്റയായിട്ട് കളിക്കുന്നത് കാണുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാത്? ഡോഗ് നായല്ലേ? നമുക്ക് ഉമ്മ മാതാ 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 മാതാ. അപ്പൊ മറിയം എന്താ പറയാ? കെൽബ് അല്ലെ? താഴെ ഉണ്ട് കെൽബ്. അപ്പൊ ഉമ്മ ചോദിക്കും ഐന എവിടെ? ഐന എവിടെ? വറാ അശ്വജറ, മരത്തിന്റെ ബേക്കിലുണ്ടേ. ആ മരത്തിന്റെ ബേക്കിലുള്ളത് കൽബ് എന്ന് പറയൂലേ? ആ മരത്തിന്റെ ബേക്കില് കൽബുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള സെയിം ഒരു കാര്യം നമ്മളെ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാ അല്ലെ? സെയിം കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചതാ. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഉമ്മ ഉമ്മ അല്ലെ? മാതാ മാതാ അല്ലെ? ഐന ചോദിക്കും വീടിന്റെ ബേക്കുണ്ട്. നമ്മൾ പഠിച്ചതല്ലേ? അതൊന്ന് മാറ്റിയിട്ടേ ഉള്ളൂ ഇവിടെ അല്ലെ? ഓക്കെ, അപ്പോ ഈ ഒരു പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഇതിൽ ഫുൾ മാർക്ക് കിട്ടും, ഉറപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും. എഴുതിയിട്ടില്ലേ നന്നായിട്ട്? ഓക്കെ, അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്മസ് പരീക്ഷയൊക്കെ എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഓക്കെ, അപ്പൊ എന്നാൽ ഞാൻ പോട്ടെ. നന്നായി പഠിക്കൂലേ? കളിക്കും. എനിക്ക് കുറച്ച് കളിക്കണം അല്ലെ? കുറച്ച് കളിച്ചോട്ടെ. നിങ്ങള് കൂടുതൽ കളിച്ച് പിന്നെ ദേഹത്ത് പരിക്കണമൊന്നും പറ്റിക്കരുത് കേട്ടോ. ഓക്കെ, കളിച്ചോ. എവിടെയെങ്കിലൊക്കെ പോകാനൊക്കെ ഉണ്ടാവൂലേ? ഇനി 10 ദിവസം ലീവിനൊക്കെ പോയി അടിച്ച് പൊളിക്കുക നിങ്ങൾ. നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ? പുതിയ ക്ലാസ് തുടങ്ങാം. ഓക്കെ, ന്യൂ ഇയർ ഒക്കെ വരികയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല വിജയാശംസകൾ നേരുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പോട്ടെ. Bye bye. See you. Assalamu alaikum. Bye.